കായിക കേരളത്തിന് അഭിമാനമാകാനൊരുങ്ങി ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയന്റെ പേരിലുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് 50 കോടി രൂപ ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച കായിക സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കും. ഒരു കാലത്ത് തൃശൂർ നഗരത്തിന്റെ മാലിന്യങ്ങൾ അത്രയും പേരിയിരുന്ന ലാലൂരിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിച്ചിരിക്കുന്നത്. തന്റെ പേരിൽ നാട്ടിൽ തന്നെ ഒരു സ്റ്റേഡിയം വരുന്നതിൽ വലിയ ആഹ്ലാദമുണ്ടെന്ന് ഐ എം വിജയൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവും മലയാളികളുടെ കറുത്ത മുത്തുമായ ഐ എം വിജയന് ഒരു പടി കൂടി കടന്ന് കായിക കേരളം നൽകുന്ന സമ്മാനമാണ് തൃശൂർ ലാലൂരിലെ ഈ അന്താരാഷ്ട്ര കായിക സമുച്ചയം. വിവിധ തരം കായിക മത്സരങ്ങൾ നടത്താനും പരിശീലിക്കാനും കഴിയും വിധം അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും സജ്ജമാക്കിയിരിക്കുന്നത്. 2018 കായിക മന്ത്രിയായിരുന്ന ഇ.പി. ജയരാജനാണ് സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 50 കോടി രൂപ ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി. എടുത്താന്ന് പറഞ്ഞിട്ട് ജോസഫ് സാർ തന്നെ പറയാറുണ്ട്. ലാലൂർ എല്ലാവർക്കും അറിയണം. അങ്ങനെ ഒരു മാണിക്യ സ്റ്റേഡിയമാണത്. ഇന്ത്യയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഒരാളുടെ പേരിലുണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിലാണ് ഒരു സ്റ്റേഡിയം വരുന്നത്. അത് തന്നെ വലിയൊരു അഭിമാനമാണ്. ഒരു കാലത്ത് തൃശൂരിന്റെ മാലിന്യ കൂമ്പാരമായിരുന്ന ലാലൂരിനെ ചൊല്ലി എണ്ണിയാലൊടുങ്ങാത്ത സമര പരമ്പരകളാണ് നടന്നത്. നിരവധി പേർ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും പോലീസ് മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമരഭൂമിയാണ് ഇന്ന് സ്റ്റേഡിയവും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സുമായി ഉയർന്നത്. 5000 കാണികളെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ കോർട്ടുകൾ, ഫുട്ബോൾ ടർഫ്, പ്രാക്ടീസ് പൂൾ, പവലിയൻ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആഘോഷപൂർവമായ ഉദ്ഘാടന പരിപാടികൾക്കൊപ്പം ഐ എം വിജയന്റെ ടീമും റെസ്റ്റ് ഓഫ് കേരള ടീമും തമ്മിലുള്ള ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മീഡിയ വൺ, തൃശൂർ.